കഴിഞ്ഞ ദിവസം ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് കോൺഫറൻസ് അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം പറഞ്ഞത് നമുക്ക് വലിയ നേട്ടം ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിന് പ്രധാന കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകരണത്തിലൂടെ അഭിവൃദ്ധി എന്ന ആ ഒരു വലിയ കാഴ്ചപ്പാടാണ് നമുക്ക് ലോകത്തിൻ്റെ മുൻപിൽ തലയുയർത്തി നിൽക്കാൻ തക്ക രീതിയിലേക്ക് നമ്മുടെ സഹകരണ മേഖലയെ വളർത്തിയത് എന്നാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് 2 ലക്ഷം PSC, അതായത് പ്രാഥമിക കാർഷിക കേന്ദ്രങ്ങളാണ്, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ്. അത് 2 ലക്ഷം ഗ്രാമങ്ങളിൽ എല്ലാ പഞ്ചായത്തുകളിലും അത് സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ പുതിയതായി 3 പദ്ധതികൾ കൂടി 3 സ്ഥാപനങ്ങൾ കൂടി അമിത്ഷാ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിലൊന്ന് നാഷണൽ കോപ്പറേറ്റീവ് എക്സ്പോർട്ട് ലിമിറ്റഡ്, 2 നാഷണൽ കോപ്പറേറ്റീവ് ഓർഗാനിക് ലിമിറ്റഡ്, 3 ഭാരതീയ ബീജ് സഹകാരി സമിതി ലിമിറ്റഡ്, NCEL, NCOL, BBSSL. ഇവ 3 ഇനി മുതൽ ഈ സഹകരണ മേഖലയിൽ ഉണർന്ന് പ്രവർത്തിക്കുന്ന 3 സ്ഥാപനങ്ങളായി മാറും. ഒപ്പം അദ്ദേഹം പറഞ്ഞത് ഒരുപാട് പ്രചോദനങ്ങൾ ഈ സഹകരണ മേഖല അഭിവൃദ്ധിപ്പെടുന്നതിനായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇഫ്കോയുടെയും ക്രിബ് എച്ച്കോയുടെയും അമുലിൻ്റെയും ഒക്കെ ഉദാഹരണം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം സഹകരണ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി കൂടിയാണ്. അവർ ഏറ്റവും കൂടുതൽ സഹകരണ മന്ത്രാലയം ഏറ്റവും കൂടുതൽ ഈ സഹകരണ സംഘങ്ങൾ വഴി ലക്ഷ്യമിട്ടത് ഈ ക്ഷീര വിപ്ലവത്തിനായിരുന്നു. ആ മേഖലയിലും അക്വാകൾച്ചർ മേഖലയിലുമൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ സഹകരണ സംഘങ്ങൾ വഴി സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ ഉന്നമനത്തിന് വേണ്ട പദ്ധതികൾ തയ്യാറാക്കി വരുന്നു. ഏതായാലും ഇന്ത്യക്ക് അതിൽ ആതിഥേയത്വം വഹിക്കാൻ ലോക സഹകരണ സംഘങ്ങളിലെ സഹകരണ മേഖലയുടെ ഒരു വലിയ സമ്മേളനത്തിൽ, ഒരു ഇൻ്റർനാഷണൽ സമ്മേളനം നമ്മുടെ രാജ്യം ആതിഥേയം വഹിക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം എന്ന് നമ്മളുടെ ആഭ്യന്തരമന്ത്രിയും സഹകരണ മന്ത്രിയും കൂടിയായ ശ്രീ അമിത്ഷാ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്.